ഗീതാമൃതം. അന്നേരം ഭഗവാൻ പറയുന്നു, ഇനി അർജുന, ഇതുവരെ ഞാൻ എന്നെക്കുറിച്ച് ഭാഗികമായിട്ടായിരുന്നു പറഞ്ഞത്. ജ്ഞാനവും വിജ്ഞാനവും. അന്നേരം ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, അതിനെ പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ചാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അന്നേരം ഭഗവാൻ പറയുകയാണ്, ഇതുവരെ ഞാൻ എന്നെക്കുറിച്ച് ഭാഗികമായിട്ട് പറഞ്ഞു, ഇനി ഞാൻ എന്നെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറയാം. ഞാൻ ആരാണെന്ന് നിന്നോട് പറയാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള അറിവും അത് തിരിച്ചറിയാനുള്ള വഴികളും ഞാൻ പറഞ്ഞു തരികയാണ്. ഇത് നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിനക്ക് അറിയാൻ വേറൊന്നും ബാക്കി വരത്തില്ലെന്നാണ്. അതായത് ഇതുവരെ പറഞ്ഞതിനെക്കാട്ടിയും ഏറ്റവും ഉയർന്ന ജ്ഞാനമാണ് ഭഗവാൻ ഇനി പറയാൻ തുടങ്ങുന്നത്. ഇവിടെ പറയുന്നു, 1000-ൽ ഒരാൾ, 1000 മനുഷ്യരിൽ ഒരാൾ അവർ അവരുടെ ജീവിതം സാർത്ഥകമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം സാർത്ഥകമാക്കിയ വ്യക്തികളിൽ ഒരാൾ ചിലപ്പോൾ എന്നെ അറിഞ്ഞേക്കാം എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതിൽ ചിലപ്പോൾ, കശ്ചിത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, അതിലൊരാൾ. മനുഷ്യാണാം സഹസ്രേഷു, 1000-ൽ ഒരാൾ, കശ്ചിത് യതതി സിദ്ധയേ, 1000 ആൾക്കാരിൽ ചിലപ്പോൾ ഒരാൾ അവരുടെ ജീവിതം സാർത്ഥകമാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ യതതാമപി സിദ്ധാനാം, അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴി, ആത്മീയ അന്വേഷണത്തിൽ പോകുന്ന വഴികളിൽ കശ്ചിത് മാം വെത്തി തത്വത, ചിലപ്പോൾ ഒരാൾ എന്നെ അറിഞ്ഞേക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. അന്നേരം ആദ്യം ഭഗവാൻ എന്താ പറഞ്ഞത്? അർജുന, ആദ്യത്തെ ശ്ലോകം എന്താ ഭഗവാൻ പറയുന്നത്? മൈ ആസക്ത മനാ പാർത്ഥ, എന്നിൽ ആസക്തനായിട്ട്. എങ്ങനെ ആസക്തനായിട്ടിരിക്കുന്നു? നേരത്തെ പറഞ്ഞു 6-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകം എന്താ? യോഗിനാം അഭി സർവേഷാം മത് ഗതേ അന്തരാത്മന, ആരാണോ എന്നെ ലക്ഷ്യമാക്കി ജീവിക്കുന്നത്, ശ്രദ്ധവാൻ ഭജതേ യോമാം, അങ്ങനെ ശ്രദ്ധാലുവായിട്ട് എന്നെ എപ്പോഴും ഭജിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തിക്ക് എന്താവും? എന്നെ ലഭിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. എങ്ങനെ ലഭിക്കും? എന്നെക്കുറിച്ചുള്ള അറിവുകൾ ഇതാ പൂർണ്ണമായിട്ടും പറഞ്ഞു തരികയാണ്. അത് നീ ശ്രദ്ധയോടുകൂടി കേൾക്കൂ എന്നാണ് പറയുന്നത്. ആ ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ ഇനി അറിയാനായിട്ട് വേറൊന്നും ബാക്കി വരത്തില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അന്നേരം അതിനു വേണ്ടി അറിയാൻ ശ്രമിക്കുന്ന ഭക്തർ എങ്ങനെയായിരിക്കും? 1000-ൽ ഒരാളായിരിക്കും യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം സാർത്ഥകം എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്ക ആൾക്കാരുടെയും ജീവിതം നിരർത്ഥകമാണ്. എന്തുകൊണ്ട്? ഓർമ്മയുണ്ടോ ആദ്യത്തെ പരീക്ഷയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ? ആഹാരനിദ്ര ഭയമൈഥുനാം ച സാമാന്യമേതത് പശുഭിർനരാനാം ധർമ്മോഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭിർ സമാന. കൂടുതൽ ആൾക്കാരും മൃഗങ്ങളെ പോലെ ജീവിക്കുകയാണ്. തിന്നുക, ഉറങ്ങുക, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക, പിന്നെ മറ്റ് ജീവജാലങ്ങളുമായിട്ട് അടികൂടിക്കൊണ്ടിരിക്കുക. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. മൃഗതുല്യ ജീവിതമാണ്. പക്ഷെ കുറച്ച് പേര് മാത്രമേ അവരുടെ ജീവിതം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കാറുള്ളൂ, അല്ലേ? അങ്ങനെ അന്നേരം നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാരിൽ 1000 പേരിൽ ഒരാൾ അവരുടെ ജീവിതം സാർത്ഥകമാക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള യതതാമപി സിദ്ധാനാം, അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ സിദ്ധി കൈവരിച്ചവർ, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എത്താൻ വേണ്ടി ശ്രമിച്ചവരിൽ കശ്ചിത് മാം വെത്തി തത്വതഃ, ആ സിദ്ധി കരസ്ഥമാക്കിയ വ്യക്തികൾ. സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി യത്നിക്കുന്നു. അങ്ങനെ ആത്മീയ അവബോധം ലഭിച്ച വ്യക്തികളിൽ കശ്ചിത് മാം വെത്തി തത്വത, അതായത് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തികൾക്ക് പോലും ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നില്ല. അന്നേരം 1000-ൽ ഒരാൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കും. അങ്ങനെ സിദ്ധികൾ ലഭിച്ച വ്യക്തികളിൽ ഒരാൾ ഭഗവാനെ ചിലപ്പോൾ അറിഞ്ഞേക്കാം. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഭഗവാന്റെ കാര്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. 1000-ൽ ഒരാൾ അവരുടെ ജീവിതം സാർത്ഥകമാക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള 1000-ൽ ഒരാൾ ചിലപ്പം ഭഗവാനെ അറിഞ്ഞേക്കാം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭഗവാന്റെ ഒരു ഭക്തൻ, ശ്രീകൃഷ്ണ ഭക്തൻ, പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 ലക്ഷത്തിൽ ഒരാളായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണേ. 1 in a million വേണമെങ്കിൽ ചിലപ്പോൾ ആ 1 in a million പോലും കാണത്തില്ല.
10 ലക്ഷം ആൾക്കാരിൽ ഒരാൾ ഭക്തനായെങ്കിലായി, അത്രയേ ഉള്ളൂ. നോക്കണേ, ഇനി ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം സ്വയം ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴി സഞ്ചരിച്ച് 1000-ൽ ഒരാൾ, അങ്ങനെ ഒരാൾ ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ ചിലപ്പോൾ നേടിയേക്കാം. പക്ഷേ അങ്ങനെ നേടേണ്ട അറിവിനെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്തായിരിക്കണം ഭഗവാൻ അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴി അന്വേഷിച്ച് എന്താണ് അറിയാൻ കഴിയുന്നത്, ആ അറിവിനെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താ അറിവ്, എന്താ ഭഗവാൻ പറയുന്നത്. ആദ്യം എന്താ ഭഗവാൻ പറഞ്ഞത്? അർജുന, മയാസക്ത മനഃപാർത്ഥ, ആരാണോ എന്നിൽ ആസക്തനായിട്ടിരിക്കുന്നത്. എങ്ങനെ ആസക്തനായിട്ടിരിക്കുന്നത്? യോഗിരാമഭി സർവേഷാം മദ്ഗതേ, ഭഗവാനെ ലക്ഷ്യമാക്കി നിത്യവും ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധ ഭക്തൻ, അങ്ങനെയുള്ള വ്യക്തിയാണ് യോഗിൽ വെച്ച് ഏറ്റവും വലിയ യോഗി. അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്നെ അറിയാൻ കഴിയും. അതായത് അതിനുള്ള വഴികൾ, അങ്ങനെ ശ്രമിക്കുന്ന വ്യക്തികൾ എത്ര പേരായിരിക്കും? 1000-ൽ ഒരാളായിരിക്കും. അങ്ങനെ 1000-ൽ ഒരാളായിരിക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നത്. അന്നേരം ഭഗവാൻ ഇവിടെ പറയുന്നത്, അർജുന, ഞാൻ നിനക്ക് ജ്ഞാനവും വിജ്ഞാനവും പറഞ്ഞു നൽകാം, ആ അറിവിനെക്കുറിച്ച്. ഭൂമിരപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതിയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഭഗവാൻ എന്ന്. മനസ്സിലായില്ലേ? അന്നേരം ആ ഭഗവാനെക്കുറിച്ചുള്ള തത്വങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്.